ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിൽ തിരക്കഥയിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. എമ്പുരാന്റെ തിരക്കഥയിലെ തിരുത്തലുകളാണ് ചിത്രത്തെ വിവാദത്തിലാക്കിയതെന്ന വാദത്തെ തുടർന്നാണ് ഇത്. റിലീസിന് മുമ്പ് സിനിമ മോഹൻലാൽ കണ്ടിരുന്നില്ല. വിവാദമുണ്ടാക്കിയതിന് പിന്നാലെയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിൽ നിന്ന് 17-ലധികം ഭാഗങ്ങൾ ഒഴിവാക്കിയത്. ചിത്രത്തിന്റെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ എത്തും. ഇതിനിടയിലാണ് ലൂസിഫറിന്റെ അവസാന ഭാഗത്തിലും ചർച്ച തുടങ്ങുന്നത്. എത്ര കോടി എമ്പുരാൻ കളക്ട് ചെയ്യുമെന്നതും ഇതിൽ നിർണായകമാകും. വലിയ നഷ്ടം എമ്പുരാൻ ഉണ്ടാക്കിയാൽ ആലോചനകളിലൂടെ മാത്രമേ മൂന്നാം ഭാഗത്തിൽ തീരുമാനം എടുക്കൂ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് നിർമ്മാതാക്കൾ ഒഴിവാക്കിയത്. വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തിയ പതിപ്പ് സെൻസർ ബോർഡ് പരിഗണിക്കുകയാണ്. വിമർശനാത്മകമായി ഇത് കാണാനാണ് സെൻസർ ബോർഡിന് കിട്ടിയ നിർദ്ദേശം. എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപ രംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിന് എതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കുടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങളും വരുത്തും. ബാബ ബജ്രംഗി എന്ന വില്ലന്റെ പേര് മാറ്റാനും ആലോചന. അതേസമയം സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്ന ഈ പേര് മാറ്റാൻ സാധിക്കുമോ എന്ന് വ്യക്തമല്ല. സിനിമയിൽ ഭേദഗതി വരുത്തിയാൽ വീണ്ടും സെൻസർ ബോർഡ് കാണണം എന്നാണ് ചട്ടം. അതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി സിനിമയുടെ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററിൽ എത്താൻ വ്യാഴാഴ്ചയെങ്കിലും ആകും. റീ എഡിറ്റിംഗിന് മുൻപ് ചിത്രം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ചിത്രത്തിൽ നിന്നും 10 സെക്കൻഡ് മാത്രമാണ് ആദ്യ പതിപ്പിൽ സെൻസർ ബോർഡ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമവും ദേശീയ പതാകയെ സംബന്ധിക്കുന്നതുമായ ചില ഭാഗങ്ങളായിരുന്നു ഇത്. ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾക്കെതിരെ BJP കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു ആരോപണം. തപസ്യ ജനറൽ സെക്രട്ടറി GM മഹേഷ് ഉൾപ്പെടെ 4 പേർ സെൻസർ ബോർഡ് കമ്മിറ്റിയിലുണ്ട്. ഇവർക്ക് വീഴ്ച പറ്റിയെന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ സൂചിപ്പിച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. പിന്തുണ സൗഹൃദം മാത്രമാണെന്നും സിനിമയുടെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിനിടെ ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും എമ്പുരാനായി മാറിയെന്ന അവകാശവാദം നിർമ്മാതാക്കൾ ഉയർത്തുന്നുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിയെടുത്ത ചിത്രം കൂടിയാണ് എമ്പുരാൻ. 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിലെത്തിയിരുന്നു എമ്പുരാൻ. വിദേശത്തും വൻ കുതിപ്പാണ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ നടത്തുന്നത്. വിദേശത്ത് നിന്ന് മാത്രമായി 64 കോടി രൂപയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ബാക്കി 36 കോടി 2 ദിവസം കൊണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഗത്തു നിന്ന് കിട്ടിയെന്നാണ് വിശദീകരണം. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിനെ പിന്തുണച്ച് മേജർ രവി നടത്തിയ പ്രസ്താവനയിൽ ലക്ഷ്യമിട്ടത് പൃഥ്വിരാജിനെയാണെന്ന വാദവും ശക്തമാണ്. മോഹൻലാൽ ചിത്രം പൂർണ്ണമായി കണ്ടിരുന്നില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടുവെന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. ആദ്യ ദിനം മോഹൻലാലും താനും ഒരുമിച്ചാണ് സിനിമ കണ്ടതെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മോഹൻലാലിന് മാനസികമായി വളരെയധികം വിഷമമുണ്ടെന്നും മേജർ രവി പറഞ്ഞിരുന്നു. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ക്ഷമാപണം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് പക്ഷേ എവിടെയും പങ്കുവച്ചതായി അറിയില്ലെന്നും മേജർ രവി പറയുന്നു.